നമസ്കാരം. ഞാൻ ഡോക്ടർ സിസ്റ്റർ റാണി പോൾ, അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ ഗൈനക്കോളജി വിഭാഗം മേധാവിയായിട്ട് വർക്ക് ചെയ്യുന്നു. സ്ത്രീകളിൽ വളരെ കോമണായി കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നമാണല്ലോ അമിത രക്തസ്രാവം. ഇതിൻ്റെ പിന്നിലെ കാരണങ്ങൾ പലതായതുകൊണ്ട് തന്നെ പരിഹാര മാർഗങ്ങളും വ്യത്യസ്തങ്ങൾ തന്നെയാണ്. അതായത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് തന്നെ പലതുണ്ട്. അതുപോലെ തന്നെ ചില സാഹചര്യങ്ങളിൽ ഓപ്പറേഷൻസും വേണ്ടി വന്നേക്കാം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അമിത രക്തസ്രാവത്തിനായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ചികിത്സാ രീതിയെ പറ്റിയാണ്. LNG-IUS അഥവാ മെറീന കോയിൽ. ഈ ചികിത്സാ രീതിയെപ്പറ്റി നിങ്ങളിൽ കുറേ പേരെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാകാം. എന്നാൽ ഇതിനെപ്പറ്റി ഒത്തിരിയേറെ കൺസേൺസ് പലരിലും കാണാറുണ്ട്. ഇതിൻ്റെ ഇഫക്റ്റിനെ പറ്റി അല്ലെങ്കിൽ സൈഡ് ഇഫക്റ്റിനെ പറ്റി, കോംപ്ലിക്കേഷൻസിനെ പറ്റിയൊക്കെ ഒത്തിരിയേറെ കൺസേൺസും കൺഫ്യൂഷൻസും ഒത്തിരി പേരിലും കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിമ്പിൾ ആൻഡ് ഇഫക്റ്റീവായിട്ടുള്ള ഈ ചികിത്സാ രീതി ഓപ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ പലരും മടിച്ചു നിൽക്കുന്നതും പിന്നോട്ട് പോകുന്നതും കാണാറുണ്ട്. എന്താണ് മെറീന കോയിൽ? ഇത് കോപ്പർട്ടി പോലെ തന്നെയുള്ള ഒരു സ്മോൾ ടീ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സ്മോൾ ഡിവൈസാണ്. ഇത് നാം യൂട്രസിൻ്റെ അകത്ത് പ്ലേസ് ചെയ്യുമ്പോൾ ഇതിലൂടെ ഡെയിലി ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഹോർമോൺ റിലീസ് ചെയ്യപ്പെടുന്നു. തൽഫലമായി യൂട്രസിൻ്റെ അകത്തെ ലൈനിങ്, അതായത് എൻഡോമെട്രിയം, കട്ടി കുറഞ്ഞ് സാവധാനം വളരെ നേരിയതായിട്ട് ആകുന്നു. തൽഫലമായി ബ്ലീഡിങ്ങും കുറഞ്ഞു വരുന്ന് ക്രമേണ സ്റ്റോപ്പ് ചെയ്യുന്നു. സാധാരണയായിട്ട് മെൻസസിൻ്റെ അവസാന ദിവസങ്ങളിൽ ഒരു സിമ്പിൾ OPD പ്രൊസീജിയർ വഴിയായിട്ട് ഇത് യൂട്രസിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഇത് വലിയ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ അല്ലാത്തത് കൊണ്ട് തന്നെ അനസ്തേഷ്യയുടെ ആവശ്യമില്ല, അതുപോലെ തന്നെ അഡ്മിഷനും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണെന്ന് പറയാം. ഇനി ഇതിൻ്റെ സൈഡ് ഇഫക്റ്റിനെ പറ്റി പറയുമ്പോൾ ഇത് ഇൻസേർട്ട് ചെയ്ത ആദ്യത്തെ ഒരു 3 മുതൽ 6 മാസം വരെ ചിലർക്കൊക്കെ ഇറഗുലർ ആയിട്ട് ബ്ലീഡിങ് വന്നെന്ന് വരാം. അതുപോലെ തന്നെ ചെറിയ സ്പോട്ടിങ് കണ്ടെന്ന് വരാം. ചിലർക്ക് മൂഡ് ചേഞ്ചസ് കാണാം, ബ്ലോട്ടിംഗ് സെൻസേഷൻ ഉണ്ടായെന്ന് വരാം. കാരണം ഇത് ബേസിക്കലി ഒരു സിന്തറ്റിക് പ്രൊജസ്ട്രോൺ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി ഇതിനോട് അഡാപ്റ്റ് ചെയ്യാനായിട്ട്, അക്കസ്റ്റംഡ് ആകാനായിട്ട് കുറച്ചൊക്കെ സമയം വേണ്ടി വന്നേക്കാം. എന്നാൽ ഒരു 3 മാസം മുതൽ 6 മാസത്തിനുള്ളിൽ എല്ലാവരും തന്നെ ഈ ചികിത്സാ രീതി കൊണ്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുണ്ടാവും, ഹാപ്പി ആയിട്ടുണ്ടാവും. ഈ സൈഡ് ഇഫക്റ്റ് ഒന്നും തന്നെ അപ്പോൾ കാണാറില്ല. ബ്ലീഡിങ്ങും ഓൾമോസ്റ്റ് സെറ്റിൽഡ് ആയിട്ടുണ്ടാകും. എന്നാൽ ഈ ട്രീറ്റ്മെൻറ്റ് തന്നെ, ഈ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് നമ്മൾ സിസ്റ്റമിക് ആയിട്ട് കൊടുക്കുന്ന സാഹചര്യങ്ങളിൽ ഓറൽ ടാബ്ലറ്റ് ഉപയോഗിച്ച് അതല്ലെങ്കിൽ ഇഞ്ചെക്ഷൻസ് ഉപയോഗിച്ച് നമ്മൾ ഈ ഹോർമോൺസ് കൊടുക്കുമ്പോൾ അത് ഹയർ ഡോസസ് കൊടുക്കേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ സൈഡ് ഇഫക്ട്സ് കൂടുതലാണ്. തൽഫലമായി ഒരു മാക്സിമം 6 മാസം വരെ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് തുടരാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ സിസ്റ്റമിക് ഹോർമോൺ ട്രീറ്റ്മെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മെറീന കോയിലിൻ്റെ ഒരു സ്പെഷ്യൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലോങ്ങിവിറ്റി തന്നെയാണ്. ഇതൊരിക്കലും ഇൻസേർട്ട് ചെയ്താൽ മാക്സിമം നമുക്കൊരു 5 years വരെ ഇതിൻ്റെ ഇഫക്റ്റ് ലാസ്റ്റ് ചെയ്യും. അതൊരു സ്മോൾ എമൗണ്ട് ഓഫ് ഹോർമോൺ മാത്രം ഡെയിലി റിലീസ് ചെയ്യുന്നത് കൊണ്ട് സൈഡ് ഇഫക്ട്സും കാര്യമായിട്ടില്ല എന്ന് വേണം പറയാൻ. ഇനി ആർക്കൊക്കെയാണ് ഈ ചികിത്സാ രീതി ഏറ്റവും അധികം ഗുണപ്പെടുക? ഇവിടെ പേഷ്യൻ്റ് സെലക്ഷൻ, കേസ് സെലക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ ബ്ലീഡിംഗ് കണ്ടീഷൻസിനും നമുക്ക് ഈ കോയിൽ ഉപയോഗിക്കാൻ സാധ്യമല്ല, അത് ഇഫക്റ്റീവ് ആകുകയില്ല. അപ്പോൾ കേസ് സെലക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഗുണപ്പെടുന്നത് പ്രധാനമായും ഒന്നാമതായിട്ട് യൂട്രസിൻ്റെ അകത്തെ ലൈനിങ് കട്ടിപ്പുള്ളവരിൽ, അതായത് എൻഡോമെട്രിയൽ ഹൈപ്പോപ്ലേസിയ എന്ന് പറയും. ഇങ്ങനെ എൻഡോമെട്രിയൽ ഹൈപ്പോപ്ലേസിയ മൂലം ഹെവി ബ്ലീഡിംഗ് ഉള്ളവരിൽ സാധാരണയായി നമ്മൾ എൻഡോമെട്രിയൽ ബയോപ്സി എടുത്ത ശേഷം ഗർഭാശയ ക്യാൻസർ ഇല്ലെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ഈ കോയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. രണ്ടാമതായിട്ട് യൂട്രസിൻ്റെ ഭിത്തി കട്ടിവെക്കുന്ന അസുഖമുള്ളവരിൽ, അതായത് അഡിനോമയോസിസ് എന്ന് പറയും. അതുപോലെ തന്നെ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന കണ്ടീഷനിലും, ഈ അഡിനോമയോസിസിലും എൻഡോമെട്രിയോസിസിലുമെല്ലാം ഹെവി ബ്ലീഡിങ്ങിനോടൊപ്പം തന്നെ പെയിൻഫുൾ പീരീഡ്സും ഉണ്ടാകും. ഇത് രണ്ടും ടാക്കിൾ ചെയ്യുന്ന കാര്യത്തിൽ ഈ കോയിൽ വളരെ ഇഫക്റ്റീവായിട്ടാണ് കണ്ടുവരുന്നത്. മൂന്നാമത്തെ ഗ്രൂപ്പ് യൂട്രസിൻ്റെ ഭിത്തിയിൽ കണ്ടുവരുന്ന ചെറിയ തടിപ്പുകൾ, 3 സെൻറ്റിമീറ്ററിലും താഴെയുള്ള ചെറിയ മുഴകൾ, സ്മോൾ ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ്സ് എന്ന് പറയും.
ഈ സ്മോൾ ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ്സ് മൂലം ഹെവി ബ്ലീഡിങ്ങും അതുപോലെ തന്നെ പെയിൻഫുൾ പീരീഡ്സും ടാക്കിൾ ചെയ്യുന്ന കാര്യത്തിലും ഈ മെറീന കോയിൽ വളരെ ഇഫക്റ്റീവായിട്ടാണ് കണ്ടുവരുന്നത്. എന്നാൽ യൂട്രസിൻ്റെ ക്യാവിറ്റിയെ ഇറഗുലർ ആക്കുന്ന, യൂട്രസിൻ്റെ അകത്തേക്ക് തള്ളി വളരുന്ന ചില മുഴകളുണ്ട്. സബ് മ്യൂക്കസ് ഫൈബ്രോയിഡ്സ് എന്ന് പറയും. ഈ സബ് മ്യൂക്കസ് ഫൈബ്രോയിഡ്സിൽ ഇതുമൂലമുള്ള ബ്ലീഡിങ്ങിൽ ഈ ചികിത്സാരീതി കാര്യമായ ഗുണപ്പെടാറില്ല. അതുപോലെ തന്നെ വലിയ മുഴകളുള്ളവരിൽ, വലിയ മുഴകളും അതുമൂലം വലിയ യൂട്രസും ഉള്ളവരിൽ, ഒരു 5-6 മാസത്തെ പ്രഗ്നൻസി സൈസുള്ള യൂട്രസൊക്കെ ഉള്ളവരിലും ഈ ചികിത്സാരീതിക്ക് കാര്യമായ ഗുണം കാണാറില്ല. അവർക്ക് മറ്റു ഓപ്ഷൻസ്, അത് സർജറി പോലെയുള്ള മറ്റു ഓപ്ഷൻസ് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. 4ാമത്തെ ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ് എന്ന് പറയുന്നത് ഇന്ന് വളരെ കോമൺ ആയി കണ്ടുവരുന്ന ഒബേസ് PCO പേഷ്യൻസിനാണ്. ഇവരിൽ പ്രധാനമായിട്ടും അനോവുലേഷൻ കൊണ്ട് ഹെവി ആൻഡ് പ്രൊലോങ്ഡ് ബ്ലീഡിംഗ് ഒരു പ്രധാന കംപ്ലൈൻ്റ് ആണ്. അവരിലും ഫാമിലി കംപ്ലീറ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ പ്രഗ്നൻസി ഉടനെ പ്ലാൻ ഇല്ലെങ്കിൽ അവർക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഈ മെറീന കോയിൽ തന്നെയാണ്. ഇവരിൽ തന്നെ ഒരു 35 വയസ്സിനും 45 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾക്കാണ് ഇത് ഏറ്റവും അധികമായിട്ടും റെക്കമെൻഡ് ചെയ്യപ്പെടുന്നത്. ഹെവി ബ്ലീഡിങ്ങിന് വേണ്ടിയിട്ട് ഈ ചികിത്സാ രീതി, ഈ മെറീന കോയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത് മുതൽ അമിത രക്തസ്രാവത്തിന് വേണ്ടിയുള്ള ഓപ്പറേഷൻസിൻ്റെ എണ്ണം അല്ലെങ്കിൽ ഹിസ്റ്റക്ടമീസിൻ്റെ ഒക്കെ എണ്ണം ഒത്തിരി അധികമായി കുറഞ്ഞു വന്നതായി കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ സിമ്പിളായിട്ടുള്ള ഇഫക്റ്റീവായിട്ടുള്ള ഈ ചികിത്സാ രീതി ഓപ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ആരും പിന്നോട്ട് പോകേണ്ടതില്ലെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു.